ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8ഉം 9ഉം വാക്യം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ മാത്രം നമസ്കരിക്കുക എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് തന്ന വചനത്തെ ഓർത്ത് ദൈവത്തെ ഭക്തപ്പെടുത്തുന്നു. നോക്കൂ, മനുഷ്യന് എത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും മനുഷ്യൻ മനുഷ്യനായി തന്നെ നിൽക്കുക. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മവിവശതയിലായി ദൈവം അവനെ ഉന്നതികളിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് ഈ വചനം ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? മനുഷ്യൻ എത്ര ഉന്നതികളിൽ പോയിരുന്നാലും മനുഷ്യൻ മനുഷ്യനായി തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവവചനത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. സ്വർഗങ്ങളെയും സ്വർഗാദി സ്വർഗങ്ങളെയും മനുഷ്യ ജീവിതങ്ങളും മനുഷ്യ പ്രാണങ്ങളും ദൈവത്തുമായി സംവേദിക്കാൻ പോകുന്നതായ ആ ബന്ധം, ആ മനോഹരമായ ദൃശ്യത്തെ എല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോഹന്നാനെ വളരെ വ്യക്തമായി കാണിച്ചു. അത് എഴുതുവാൻ പറഞ്ഞു. അതെല്ലാം നമുക്കായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ശേഷം തന്നെ ഇത് കാണിച്ചു കൊടുക്കുകയും തന്നെ ഉപദേശിക്കുകയും അർത്ഥങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും തന്നോട് പ്രസംഗിക്കുകയും ആത്മവിവശതയിൽ തന്നെ അവിടെവിടായി കൊണ്ടുപോയി അത്ഭുതങ്ങളെ കാണുമാറാക്കിയ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുമാറാക്കിയ ദൂതനെ പെട്ടെന്ന് യോഹന്നാൻ വീണു നമസ്കരിച്ചു. ദൂതൻ പറഞ്ഞു, അത് അരുത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം നമ്മെ ഗ്രഹിപ്പിക്കുന്ന സന്ദേശം അത് അരുത്. ഏത്? ദൂതനെ നമസ്കരിക്കുന്നത് അരുത്. ആരാണ് ദൂതൻ? നമ്മെ ഇതൊക്കെ സ്വർഗത്തെ കുറിച്ച് പറയുകയും പെരുപ്പിക്കുകയും ആശിപ്പിക്കുകയും പ്രത്യാശിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും കാണിച്ചു തരികയും ചൂണ്ടിക്കാണിച്ചു തരികയും ഒക്കെ ചെയ്യുന്ന ദൂതന്മാരെ വണങ്ങരുത്, നമസ്കരിക്കരുത്. കാരണം അവരും നമുക്ക് തുല്യമായി ദൈവസന്നിധിയിൽ സഹഭൃത്യന്മാരാണ്. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കളിലൂടെ സഹഭൃത്യന്മാരാണ് അവരൊക്കെയും. മനുഷ്യൻ ദൂതന്മാരെ വണങ്ങുവാനുള്ളതായ പ്രവണത, അവരോട് ദൈവവചനം പ്രസംഗിക്കുന്നവരെയും ദൈവത്തിന്റെ വചനം കാണിച്ചു കൊടുക്കുന്നവരെയും നമസ്കരിക്കുവാനും വണങ്ങുവാനും ഉള്ളതായ പ്രവണത കൂടുമ്പോൾ മനുഷ്യർ അത് ഉപദേശിക്കുന്നവർ സ്വതവേ ദൈവമായി തീരുന്നു. അങ്ങനെയാണ് ഒരു ദൂതൻ ദൈവസന്നിധിയിൽ അഹങ്കരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ സ്വർഗത്തോളം കയറും. കാരണം എന്നെ വണങ്ങുന്ന അനേക ദൂതസഞ്ചയത്തെ അദ്ദേഹം കണ്ടുകൊണ്ട്, ലൂസിഫർ കണ്ടുകൊണ്ട്, ഒരു നായകൻ, ഒരു കമ്പനിയുടെ ഒരു പ്രധാന കമാൻഡറായിരുന്ന ഒരു ദൂതൻ പറയുകയാണ്, ഇനിയും ഞാനും സ്വർഗത്തോളം കയറും, അത്യുന്നതന്റെ സിംഹാസനത്തിന് മേൽ എന്റെ സിംഹാസനം വയ്ക്കും. മനുഷ്യൻ തെറ്റിപ്പോകുന്നത് അവന്റെ കുഴപ്പമല്ല, അവനെ തെറ്റിക്കുന്നത് അവന്റെ വചനം കേൾക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും സ്വർഗീയമായ അനുഭവങ്ങൾ നമ്മളിൽ കൈവരികയും ചെയ്യുമ്പോൾ അത് നമ്മെ ഗ്രഹിപ്പിച്ചവരെ വന്ദിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തരണമായിട്ട് അത് ഉപയോഗിക്കരുത്. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ദൂതൻ പറയുകയാണ്, ദൈവത്തിന് അത് അരുത്. ഇതാണ് ഇന്നത്തെ ദൈവവചനത്തിൽ നിന്നുള്ളതായ സന്ദേശം. എക്കാലവും മനുഷ്യ ജീവിതങ്ങളിൽ വന്നു പോകുന്ന തെറ്റാണ്. അത് അരുത് എന്ന് ദൂതൻ നമ്മോട് പറയുന്നത് വരെ നമ്മുടെ ജീവിതത്തിലെ പ്രവണത മാറുകയില്ല. യോഹന്നാൻ നോക്കൂ, 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ താൻ കണ്ടതായ കാഴ്ച, ഭൂമിയിൽ മനുഷ്യനായിരുന്നവർക്ക് ആർക്കും ലഭിക്കാത്തതായ വലിയൊരു ദർശനം. ഇത്ര മഹത്തായ ഒരു പ്രവചനം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്, സ്വർഗത്തെക്കുറിച്ച് ഒരുപക്ഷെങ്കിൽ വെളിപ്പാട് പുസ്തകം ഉണ്ടായിരുന്നില്ല എങ്കിൽ സ്വർഗം എന്നുള്ളതായ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നേക്കും. ക്രിസ്ത്യാനിറ്റി അത്ര കണ്ട്
അത് ഉയരുവാൻ സാധിച്ചതിന്റെ മൂലകാരണം വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളാണ്. ദൈവം സഭകൾക്ക് മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്തതായ സത്യമാണ് വരുവാനിരിക്കുന്ന ലോകം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം തെറ്റിദ്ധാരണകൾ കാണുമായിരിക്കാം. സ്വർഗത്തിൽ ആർക്കെങ്കിലും ജോലിയുണ്ടോ? അത് പക്ഷെങ്കിൽ നമ്മുടെ ഒരു ചിന്തയായിരിക്കാം. നമുക്ക് ജോലിയുണ്ടോ സ്വർഗത്തിൽ? ചിലർ പറയുന്നു ചുമ്മാതെ വെറുതെ കസേരയിൽ ഇരുന്നാൽ മതിയെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു ഓരോരുത്തർക്കും അവരവരുടെ നിലയനുസരിച്ചുള്ളതായ എല്ലാ കസേരകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുത്തർക്ക് ബന്ധമില്ലാത്ത പല ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് വിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നെത്താനൊക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് സമമായിട്ടിടുന്നതായ കസേരകളൊക്കെ ഉണ്ടെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ചിലർ പറയുന്നു ഒരു ജോലിയിൽ ഒന്നും കഴിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ അങ്ങ് ഇരുന്നാൽ മതി. ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരും ഈ ഭൂമിയിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചവരും നഷ്ടം എന്ത് തൊട്ടാലും നഷ്ടം എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ജോലി ചെയ്യാത്തതായ ഒരു ലോകത്തെക്കുറിച്ച് അവർ പ്രത്യാശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവവചനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാട് മുതൽ അവന് ജോലി കൊടുത്തു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം താനും അവനെ സൃഷ്ടിച്ചതായ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ഏദന് കിഴക്ക് ദൈവമുണ്ടാക്കിയ ദൈവത്തിന്റെ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും സൂക്ഷിപ്പാനും അതിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ വാച്ച്മാനായിട്ട് ദൈവം അവിടെ ആക്കിയിരിക്കുകയാണ്, ജോലി കൊടുത്തു. എന്നാൽ ഒരു ദിവസം മനുഷ്യൻ പാപം ചെയ്തു, ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നെങ്കിലും ദൈവം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ല. ആ ജോലി പിന്നെയും തുടർന്ന് എവിടെയാണെന്നറിയാം, അവനെ എടുത്ത് സൃഷ്ടിക്കുവാൻ, അവനെ ഉണ്ടാക്കുവാൻ എടുത്തതായ മണ്ണ് ഇരുന്നായ ആ ദേശത്തെ ആ ഭൂമിയിലേക്ക് വിട്ടപ്പോഴും അവിടെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവമാക്കി. നോക്കൂ, അതിനുശേഷം ഇസ്രായേൽ ജനത്തെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലിൽ നിന്നും ദൈവം കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ വെറുതെ പാലും തേനും കുടിച്ചുകൊണ്ട് ഇരുന്നാൽ മതിയെന്നും പറഞ്ഞല്ല വിളിച്ചുകൊണ്ട് വന്നത്. അവിടെ ജോലി ചെയ്ത് പാലും തേനും ഉണ്ടാകുന്നത്, വിളയുന്നതായ അല്ലെങ്കിൽ ഫലം തരുന്നതായ കൃഷി അവിടെ ചെയ്ത് നീ അതുവരെയും ദൈവം മന്ന അവന് ഭക്ഷിപ്പാൻ കൊടുത്തു. എന്നാൽ അവിടെ ചെന്നപ്പോൾ മുന്തിരിക്കുലകളും അത്തിവൃക്ഷങ്ങളും എന്നുവേണ്ട നാനാരീതിയിലുള്ളതായ ഫലങ്ങൾ, പാലും തേനും ഒഴുകുന്ന ദേശത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അവർ ഭൂമിയിൽ നിന്ന് ദൈവാനുഗ്രഹത്തെ കൃഷി ചെയ്ത് തെളിയിക്കുകയുണ്ടായി. അപ്പോൾ മനുഷ്യർ എവിടെ ചെന്നിരുന്ന ദൈവം എവിടെയൊക്കെയാ മനുഷ്യനെ സൂക്ഷിച്ചു അവിടെയൊക്കെ ജോലി ചെയ്യുവാനാക്കിയത്. എന്നാൽ സ്വർഗത്തിൽ ഇനിയും ജോലി ചെയ്യാതെ ഇനിയും ഒരവസ്ഥ ഉണ്ടെന്നായിരിക്കും ചിലരുടെയൊക്കെ ചിന്ത. ചുമ്മാ ഇരുന്നങ്ങ് സ്തുതിച്ചാൽ മതി എന്നാണ്, സ്വത്രം പറഞ്ഞാൽ മതി എന്നാണ് ചിലർ പറയുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമന്റ് ഇട്ടാൽ അതെല്ലാവർക്കും വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ നാം സ്വർഗത്തെക്കുറിച്ച് എന്ത് ധരിക്കുന്നുവോ, എന്ത് പറഞ്ഞു തരുന്നുവോ ആ ധാരണയാ ചിലർക്ക് ദൈവവചനത്തിൽ നിന്ന്, ചിലർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട്, ചിലർക്ക് അനേക വിശുദ്ധന്മാരിൽ നിന്നുള്ളതായ അറിവ്. എന്നിരുന്നാലും ശരി, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗമായിരിക്കണം നമ്മുടെ മനസ്സിനുണ്ടാകുന്നത്. നോക്കൂ, അപ്പോസ്തലനായ യോഹന്നാന് ദൈവം പത്മോസ് ദ്വീപിൽ വെച്ച് കാണിച്ചു കൊടുത്തതായ വെളിപ്പാട് പുസ്തകത്തിന്റെ അന്ത്യത്തിൽ ഇറങ്ങി വന്നതായ ആ തേജസ്സേറിയ നഗരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ യെരൂശലേം എന്നതായ പട്ടണം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ, അല്ലെങ്കിൽ ആ ഭർത്താവിന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും ഭൂമി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ഭൂമിയിൽ നിന്നും മേലോട്ട് കയറിപ്പോകുന്ന ഒരു സ്വർഗത്തിലേക്കല്ല ദൈവം മനുഷ്യനെ ഒരുക്കുന്നത്. സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവം കൂടാരമടിച്ച് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ഈ ദുഷ്ടത നിറഞ്ഞതായ ഭൂമിയെ പുതിയ ഭൂമിയാക്കുന്നു, പുതിയ ആകാശമാക്കുന്നു, പുതിയ പ്രകാശങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ നക്ഷത്രങ്ങളെ കൊണ്ടുവരുന്നു. മനുഷ്യർ അവിടെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരു ജീവിതം ദൈവത്തോടൊപ്പം ദൈവസ്നേഹത്തിൽ പ്രത്യാശയും ദൈവത്തിന്റെ തേജസ്സിൽ നിറഞ്ഞുകൊണ്ട് അതനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദുഷ്ടതയും കണ്ണുനീരും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകം ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളതായ ഒരു ലോകത്തിലേക്ക് നമ്മുടെ പ്രത്യാശ